കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ലോക ഗ്ലോക്കോമ വാരാചരണം നടന്നു. ആന്റണി ജോൺ MLA പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ഗ്ലോക്കോമ നിർണയ ക്യാമ്പ് നടത്തി. ആദ്യ ദിന ക്യാമ്പിൽ 350ഓളം ആളുകൾ പങ്കെടുത്തു. ഗ്ലോക്കോമ പ്രതിരോധത്തിൽ പതിവ് പരിശോധനകളും ബോധവൽക്കരണവും പ്രധാനമെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ലോക ഗ്ലോക്കോമ വാരാചരണം ജില്ലാതല പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ എന്താണോ ഇത്തരമൊരു ക്യാമ്പ് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, അത് നല്ല നിലയിൽ ജനങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന നിലയിൽ നമുക്കിവിടെ അത് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യം സൂചിപ്പിച്ചു വീഡിയോ ഡോക്ടർ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് സാം ഡോക്ടറിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ജില്ലാതലത്തിൽ ജില്ലയിലെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങളെല്ലാം ഇതിൻ്റെ സംഘാടനത്തിന് വേണ്ടി നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു വാരാചരണം ഇവിടെ കോതമംഗലത്ത് സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെ ഈ ആശുപത്രിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുത്ത റാലിയും ഫ്ലാഷ് മോബും അതിൻ്റെ തുടർച്ചയിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഉദ്ഘാടന സമ്മേളനം. ഇനി ഇതിൻ്റെ അവയർനെസ് ക്ലാസ്സും ഉണ്ട്. ജനങ്ങൾ പരിശോധനകളുടെ പ്രാധാന്യം തിരിച്ചറിയണമെന്നും ഇതിനായുള്ള സേവനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും MLA കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷത വഹിച്ചു. 350 പേർക്ക് ടോക്കൺ കൊടുത്തു എന്ന് പറയുന്നു. അവരിങ്ങനെ വന്നതിലുള്ള സന്തോഷമല്ല, ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. കാരണം ഇത്രമാത്രം ജനങ്ങൾ ഇവിടെ വന്നു ചേരണമെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ എങ്ങനെ സാധാരണക്കാരായ ജനങ്ങളോട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. 350 പേർക്ക് ടോക്കൺ കൊടുത്തപ്പോൾ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇനിയൊരു ക്യാമ്പും കൂടി നടത്താം. അപ്പോൾ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തിരിച്ചു വിട്ടവരെ വീണ്ടും നമുക്ക് തിരിച്ച് വിളിച്ചുകൊണ്ട് ക്യാമ്പ് നടത്താമെന്നാണ് പറഞ്ഞത്. വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി റാലി ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിച്ചു. ബോധവൽക്കരണ പോസ്റ്റർ പ്രകാശനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജിജോ നിർവഹിച്ചു. കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ബസിന്റെ ഒരു ബോർഡ് വായിക്കണമെങ്കിൽ തന്നെ നമുക്ക് കണ്ണിന് കാഴ്ചശക്തി ഇല്ലാതെ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണ് എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് ഇന്നിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇതിന് വരാനും ഇതിന് സംബന്ധിക്കാനും കണ്ട് പരിശോധിക്കാനും ഒക്കെ തയ്യാറായത്. ഇനി ഈ ദിവസം ഇന്ന് മാത്രമല്ല ഇവിടെ ക്യാമ്പ് ഉള്ളത് എന്ന് ഡോക്ടർ അറിയിച്ചിട്ടുണ്ട്. ഈ വാരാചരണത്തിന്റെ ഭാഗമായിട്ട് ഈ ആഴ്ച ഫുള്ളായിട്ടും ഇവിടെ രോഗികളെ നോക്കുന്നതായിരിക്കും. അതുകൂടാതെ ഇനി തുടർച്ചയായിട്ടും ഇവിടെ കണ്ടു പരിശോധിക്കുന്നതിനുള്ള അവസരമുണ്ടെന്നാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. അഡീഷണൽ DMO ഡോക്ടർ വിദ്യ KR ആമുഖ പ്രഭാഷണം നടത്തി. കൗൺസിലർ മിനി മാത്യു, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ C, ജില്ലാ ഓഫ്താൽമിക് സർജൻ ഡോക്ടർ വിജയലക്ഷ്മി, മൊബൈൽ ഓഫ്താൽമിക് സർജൻ ഡോക്ടർ സുരഭ KG, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനു G, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ രജനി G, ജില്ലാ ഓഫ്താൽമിക് കോർഡിനേറ്റർ ജീജ P സദാശിവൻ എന്നിവർ പങ്കെടുത്തു. കോതമംഗലം മാർഡസേലിയോസ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ഗ്ലോക്കോമ നിർണയ ക്യാമ്പ് നടത്തി. ആദ്യ ദിന ക്യാമ്പിൽ 350-ൽ പരം ആളുകൾ പങ്കെടുത്തു. ക്യാമ്പിൽ കാഴ്ച പരിശോധനയും കണ്ണിന്റെ പ്രഷർ പരിശോധനയും പ്രമേഹ രോഗികളുടെ കണ്ണിന്റെ വിശദ പരിശോധനയും ഉണ്ടായിരുന്നു. തിമിര രോഗികൾക്കും തുടർ പരിശോധനകൾ വേണ്ടവർക്കും വരും ദിവസങ്ങളിൽ താലൂക്ക് ആശുപത്രിയിൽ സേവനം ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.